വരുന്ന കോർപ്പറൽ പണിഷ്മെൻറ്റ് അതിൻ്റെ എഫക്റ്റിനെ കുറിച്ച് റിസർച്ച് നടത്തിയ ഒരു വ്യക്തിയാണ് എലിസബത്ത് ഗെർഷോഫ്. എലിസബത്ത് ഗെർഷോഫ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഹിറ്റിംഗ് ചിൽഡ്രൻ ഡസ് നോട്ട് ടീച്ച് ദം റൈറ്റ് ഫ്രം റോങ്. അതായത് ഒരു കുട്ടിയെ അടിക്കുന്നത് കൊണ്ട് ആ ചെയ്ത തെറ്റിൽ നിന്ന് ഒരിക്കലും അവർ ശരി കണ്ടുപിടിക്കാൻ പോകുന്നില്ല എന്നത്. 2 to 14 ഇയേഴ്സ് ഉള്ള കുട്ടികളിൽ അറൌണ്ട് 60% ഓഫ് ചിൽഡ്രനും റെഗുലർലി പേരൻസിൽ നിന്നോ അല്ലെങ്കിൽ ടീച്ചേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ കെയർ ഗീവേഴ്സിൽ നിന്നോ അവർ ഫിസിക്കൽ പണിഷ്മെൻറ്റ് സഫർ ചെയ്യുന്നുണ്ട് എന്നാണ് റിസർച്ച് സ്റ്റഡീസ് പറയുന്നത്. ഇങ്ങനെയുള്ള കുട്ടികളിൽ ഒരു പോസിറ്റീവ് ഔട്ട്കമ്മിനോടുപരി അവരിൽ വളർന്നു വരുന്നത് ബിഹേവിയറൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും. ചിലപ്പോൾ അതിൽ നിന്നൊരു പോസിറ്റീവ് ഔട്ട്കമേ നമുക്ക് കിട്ടില്ല. ചിലപ്പോൾ ബിഹേവിയറൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും അവരിൽ കൂടുതലും ജനറേറ്റ് ചെയ്ത് വരുന്നത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ കോർപ്പറൽ പണിഷ്മെൻറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ പുറകിലുള്ള നെഗറ്റീവ് സൈക്കോളജിക്കൽ എഫക്ട്സ് ഓൺ ചിൽഡ്രൻ. കുട്ടികൾ പഠിക്കുന്നത് അവരുടെ മാതാപിതാക്കന്മാരിൽ നിന്നാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ മാതാപിതാക്കൾ ഇങ്ങനെ അഗ്രസീവായിട്ട് അവരോട് പെരുമാറി കഴിയുമ്പോൾ നാളെ അവർക്കൊരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ അതിനെ റിസോൾവ് ചെയ്യാൻ അവരിങ്ങനെ അഗ്രസീവായിട്ടുള്ള ബിഹേവിയർ യൂസ് ചെയ്യും. സോ ഇങ്ങനത്തെ ഒരു കോർപ്പറൽ പണിഷ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട് അവരിലൊരു ഇൻക്രീസ്ഡ് അഗ്രഷൻ കൂടും. ഇങ്ങനെയുള്ള കുട്ടികളിൽ ആൻസൈറ്റി അല്ലെങ്കിൽ ഫിയർ കണ്ടുവരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പണിഷ് ചെയ്യുമോ എന്നുള്ളൊരു പേടി കാരണം അവർക്ക് എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ അവർ പെർഫെക്റ്റ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് അവർ റിസ്ക് എടുക്കാൻ അവർ കുറച്ച് പുറകോട്ട് കാണിക്കും, അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് ഏർപ്പെടാൻ അവർ ഭയങ്കര ബുദ്ധിമുട്ട് കാണിക്കും. ഇങ്ങനെയുള്ള കുട്ടികളിൽ അവർക്ക് സെൽഫ് എസ്റ്റീം വളരെ കുറവായിരിക്കും. കാരണം ഈ പേരൻസ് എല്ലാത്തിനെയും ഇങ്ങനെ അടിക്കുമ്പോൾ അവർ കൊള്ളില്ല, അവരെ കൊണ്ടൊന്നിനും കൊള്ളില്ല. അതുകൊണ്ട് ഒരു സെൽഫ് വെർത്ത് തന്നെ അവിടെ താന്നു പോവുകയാണ് ചെയ്യുന്നത്. ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ്, അതായത് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആൾക്കാരാണ് പേരൻസ്. അവരിൽ നിന്ന് തന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കോർപ്പറൽ പണിഷ്മെൻറ്റ് ഫേസ് ചെയ്യുന്ന വന്നു കഴിയുമ്പോൾ ഒരു അൺസേഫ് ആയിട്ടുള്ളൊരു ഫീലിംഗ് അവർക്ക് തോന്നും. അങ്ങനെ ഒരു അൺസേഫ് ആയിട്ടുള്ള ഫീലിംഗ് തോന്നിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്കൊരു ട്രസ്റ്റ് അവിടെ നഷ്ടപ്പെടും. അവരുടെ സ്വന്തമായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് അങ്ങനെ ഒരു ട്രസ്റ്റ് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പുറത്തേക്കുള്ള ആൾക്കാരിൽ നിന്നും അവർക്ക് ട്രസ്റ്റ് ചെയ്യാൻ, അവരെ ഒന്ന് വിശ്വസിക്കാൻ, അവർക്ക് മറ്റ് റിലേഷൻഷിപ്സിലോട്ട് കടക്കാൻ അവർക്കൊരു ബുദ്ധിമുട്ട് അവർ ഫേസ് ചെയ്യും. കോർപ്പറൽ പണിഷ്മെൻറ്റിലൂടെ അണ്ടർഗോ ചെയ്യുന്ന ചിൽഡ്രന് പല ടൈപ്പ് ഓഫ് ബിഹേവിയറൽ ഇഷ്യൂസ് നമ്മൾ കണ്ടുവരും. അതായത് റെബല്ലിയസ് ആയിരിക്കും ആ പിള്ളേർ, ഭയങ്കരമായിട്ട് അഗ്രസീവ് ആയിരിക്കും, അതുപോലെ ഭയങ്കരമായിട്ടുള്ള ഫൈറ്റ് കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നവരായിരിക്കും. ഈ ഫിയർ ഓഫ് പണിഷ്മെൻറ്റ് കാരണം ഈ ഒരു കുട്ടികളിൽ അവർക്ക് അക്കാഡമിക് ആയിട്ടുള്ള പെർഫോമൻസ് വളരെ കുറവായിരിക്കും. അവർക്ക് പഠിക്കാനുള്ള പേടിയായിരിക്കും. പഠിച്ചു കഴിഞ്ഞാൽ ശരിയാവും, എന്നെ കൊണ്ട് പഠിക്കാൻ ഒക്കില്ല, പഠിച്ചു പോയി മാർക്ക് കിട്ടിയില്ലെങ്കിലും എന്നെ അടിക്കില്ലേ, അങ്ങനെയുള്ള ചിന്ത കാരണം അവർക്ക് ലോ അക്കാഡമിക് പെർഫോമൻസ് ആയിരിക്കും ഇങ്ങനത്തെ ഉള്ള കുട്ടികളിൽ കൂടുതലും കണ്ടുവരുന്നത്. സോ ഇതൊക്കെയാണ് ഒരു കോർപ്പറൽ പണിഷ്മെൻറ്റ് വഴി നമ്മളുടെ കുട്ടികളിൽ വരുന്ന ഇഷ്യൂസ് എന്ന് പറയുന്നത്. താങ്ക് യു.